മാന്നാർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനിവ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ പ്രതിഭകൾക്ക് ആദരവ് നൽകുന്ന പുരസ്കാര സംഗമം നടത്തി. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള പ്രേരക ശക്തിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മാന്നാർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനിവ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ പ്രതിഭകൾക്ക് ആദരവ് നൽകുന്ന പുരസ്കാര സംഗമം നടന്നു. പുരസ്കാര സംഗമം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. മാന്നാർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനിവ് പദ്ധതി പ്രതിഭാ പുരസ്കാര സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ വിളിക്കുന്നു. ഞാൻ അപ്പോൾ തന്നെ സമ്മതിക്കുകയാണ് ഉണ്ടായത്. SNDP യോഗം കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് വൻപിച്ച നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാ പ്രസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രായോഗിക അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പ്രസ്ഥാനമാണ് SNDP യോഗം. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കേരള സമൂഹത്തോട് ആവശ്യപ്പെട്ട ഗുരുദേവൻ അടിമത്വത്തിൽ നിന്നും അനാഥത്വത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി മുൻകൈ എടുത്ത മഹാവ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ. വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ പ്രബുദ്ധത കൈവരികയുള്ളൂ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള പ്രേരക ശക്തിയാണെന്നും വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്ന പ്രവർത്തനങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന SNDP യോഗം നടത്തിവരുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആ ഗുരുദേവൻ നൽകിയ സന്ദേശം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. ജാതിയും മതവും മനുഷ്യരെ വേലിക്കെട്ടുകളിലേക്ക് നിർത്തി പരസ്പരം തമ്മിൽ അടിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഗുരുദേവൻ അരുൾ ചെയ്തത്. ജാതിഭേദമില്ലാതെ മതദ്വേഷമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ പ്രാകൃതത്വത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയുള്ളൂ. ഇതിവിടെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ജീവിതത്തിൽ ഏത് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഇതിനുള്ള അവസരമുണ്ട്. യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ വിദ്യാഭ്യാസ പ്രതിഭകളെ പരിചയപ്പെടുത്തി. കഴിഞ്ഞ SSLC +2 ICSE CBSE പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച ശാഖാ അംഗങ്ങളുടെ മക്കൾക്ക് ആദരവും ക്യാഷ് അവാർഡും പുരസ്കാരവും രമേശ് ചെന്നിത്തല MLA നൽകി. യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്ര പ്രസാദ് അമൃത, അനിൽകുമാർ TK, ഹരി പാലമുട്ടിൽ, PB സൂരജ്, അനീഷ് P ചേങ്കര, മേഖലാ ചെയർമാൻമാരായ K വിശ്വനാഥൻ, ബിനു ബാലൻ, K വിക്രമൻ, കൺവീനർമാരായ P മോഹനൻ, സുധാകരൻ സർഗം, ദേവി P കളിയിക്കൽ, M ഉത്തമൻ, വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല, രഘുനാഥ്, വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ, കൺവീനർ വിജയലക്ഷ്മി, ട്രഷറർ പ്രവത രാജപ്പൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് വിധു വിവേക്, സെക്രട്ടറി ബിനുരാജ് V, എംപ്ലോയീസ് ഫോറം യൂണിയൻ കൺവീനർ KV സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മാന്നാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലസുന്ദര പണിക്കർ, ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത് ശ്രീരംഗം, KPCC അംഗം രാധേഷ് കണ്ണന്നൂർ എന്നിവർ പങ്കെടുത്തു. യൂണിയൻ കൺവീനർ അനിൽ P ശ്രീരംഗം സ്വാഗതവും അഡ്ഹോക് കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ പുല്ലാമഠത്തിൽ നന്ദി പറഞ്ഞു. CDN ന്യൂസ് മാന്നാർ.